നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. 9-ാം ധ്യാനം. ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്ന് പടർന്നുയർന്നുമേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനുവരാ നരകം നിനച്ചിടേണം. നാം നല്ല ഉറക്കമായിരിക്കുമ്പോൾ സുഖവും ദുഃഖവും അറിയുന്നില്ല. നന്മയോ തിന്മയോ വിചാരിക്കുകയാകട്ടെ പ്രവർത്തിക്കുകയാകട്ടെ ചെയ്യുന്നില്ല. എന്നാൽ അപ്പോഴും എല്ലാ വിചാരങ്ങളുടെയും കർമ്മങ്ങളുടെയും സാധ്യത വിത്തിൽ മുള എന്ന പോലെ ഉറക്കത്തിൽ ലയിച്ചിരിക്കുന്ന ജീവനിലുണ്ട്. നമ്മുടെ ജീവൻ ഒറ്റപ്പെട്ട ഒരു വസ്തുവല്ല. സകല ജീവജാലങ്ങളിലും കാണപ്പെടുന്ന ജൈവശക്തി തന്നെയാണ് നമ്മിലും ഉള്ളത്. അജ്ഞാതമായി യുഗയുഗാന്തരങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പ്രവാഹത്തിൽ നിന്ന് നമ്മളും ഉരുത്തിരിഞ്ഞു വന്നു. നിശബ്ദവും അപ്രമേയവുമായിരുന്നു കൊണ്ട് പ്രപഞ്ചത്തെ ചേഷ്ടിപ്പിക്കുന്ന മഹാപ്രജ്ഞ തന്നെയാണ് നമ്മുടെ അപബോധമായി കാണപ്പെടുന്ന സുഷുപ്തി. അതിൽ നിന്നും ഏതാണ്ട് ഉപബോധ രൂപത്തിലുള്ള സ്വപ്നം ഉയർന്നു വരുന്നു. ബോധരൂപത്തിലുള്ള ജാഗ്രത് ആ ബോധത്തിൻ്റെ തന്നെ കുറെ കൂടി സ്പഷ്ടമായ ഒരംശം മാത്രമാകുന്നു. മാനവ സമുദായത്തിലെ ഓരോ വ്യക്തിയിലും ഇപ്രകാരം ഉയർന്ന പ്രതിഭയുടെയും പ്രതിഭാസത്തിൻ്റെയും അനുഭവത്തിൻ്റെയും സഞ്ചിതമായ ചരിത്രത്തിൻ്റെ ആകെത്തുകയാണ് നമ്മുടെ ലോകവിജ്ഞാനീയമായും സാഹിത്യ സമ്പത്തായും നശിച്ചുപോയതും ഇപ്പോൾ നിലനിൽക്കുന്നതുമായ സംസ്കാരങ്ങളായും നാം പടുത്തുയർത്തിയിട്ടുള്ള താത്വികവും വാസ്തവികവുമായ നിരവധി സ്ഥാപനങ്ങളായും കാണപ്പെടുന്നത്. അതെല്ലാം ഓർക്കുമ്പോൾ വ്യക്തികളുടെ അപബോധത്തിൽ നിന്ന് എന്നതുപോലെ തന്നെ സമൂഹത്തിൻ്റെ അപബോധത്തിൽ നിന്നും ഏവരിലും ഇരിക്കുന്ന സുഷുപ്തമായ കാരണ ചൈതന്യത്തിൽ നിന്നും മുളച്ച് രണ്ടായി പിരിഞ്ഞ് ആശയപരമായും വസ്തുനിഷ്ഠമായും പരമാർത്ഥത്തെ ആകവേ മൂടി മറച്ചു നിൽക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഈ ലോകം എന്ന് പറയാം. ജീവിതത്തിൻ്റെ അന്തഃസത്തയെ ഒരു മരമായി സങ്കല്പിച്ചാൽ അതിൽ പടർന്നിരിക്കുന്ന ഒരു വള്ളിയാണ് വ്യക്തിഗതമായ അറിവ്. ആ അറിവാകട്ടെ ജാഗ്രത്തിലും സ്വപ്നത്തിലുമുള്ള കാൽപ്പനികമായ അനേകം പൂക്കളെ പുഷ്പിച്ച് പരമാർത്ഥത്തെ ആകവേ മൂടിക്കളഞ്ഞിരിക്കുന്നു. ജീവിതത്തിലെ വന്നും പോയും ഇരിക്കുന്ന എല്ലാ അവസ്ഥകളെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷി രൂപത്തിലുള്ള ഒരറിവുണ്ട്. ആ അറിവിനെ ഈ മരത്തിൻ്റെ തന്നെ തണലിൽ തപോവൃത്തിയിൽ കഴിയുന്ന ഒരു യോഗിയോട് ഉപമിക്കാം. ഈ യോഗിയെ പുറമേയൊന്നും നോക്കേണ്ട. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന നിഷ്പക്ഷവും നിർമ്മലവുമായ ഒരു ബോധമാണ് ഈ തപസ്വി. ഇടയ്ക്കും മുറയ്ക്കും നാം ഈ സാക്ഷിയോട് താരതമ്യപ്പെടുകയും സാത്മ്യപ്പെടുകയും കേവലം സാക്ഷി മാത്രമാണെന്ന് അറിയുകയും ചെയ്യുന്നുണ്ട്. ആ ബോധത്തോട് കൂടുതൽ കൂടുതൽ താതാത്മ്യപ്പെട്ടു വരുമ്പോൾ ജാഗ്രത്തിൽ സംഭവിക്കുന്നതിനോടാകട്ടെ സ്വപ്നത്തിൽ സംഭവിക്കുന്നതിനോടാകട്ടെ തോന്നുന്ന അളവറ്റ ഭ്രമം ഇല്ലാതായിത്തീരുന്നു. രാഗദ്വേഷങ്ങളിൽ നിന്നും മുക്തനായി
അനാസക്തനായി ഇരിക്കുന്നവന് ലോകവ്യവഹാരങ്ങൾ ഒരു നാടകത്തിലെ അർദ്ധസത്യങ്ങളായിട്ടേ തോന്നുകയുള്ളൂ. പിന്നീട് ഒന്നിലും അതിമോഹം വളർത്തുകയോ ശോചിക്കുകയോ ചെയ്യുന്നതല്ല. അങ്ങനെയുള്ള ഒരു മനസ്ഥിതി വളർത്തിയെടുത്ത് നമ്മുടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എപ്പോഴും ലോക കല്യാണത്തിനു വേണ്ടി മാത്രം സേവനമർപ്പിച്ച് ജീവിച്ചാൽ അത് ഫലകാംക്ഷയില്ലാത്ത തപസ്സായിത്തീരും. അത് നമ്മുടെ ജീവിതത്തെ പവിത്രമാക്കും. പിന്നെ ദുഃഖമുണ്ടാവുകയില്ല.